ഇന്ത്യ US വ്യാപാര കരാർ ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്ന് CPM-PB. കേന്ദ്ര സർക്കാർ യുഎസിന് നൽകിയ ഇളവുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് വിലയിരുത്തൽ. US ഭീഷണിക്ക് കേന്ദ്രം വഴങ്ങിയെന്നത് അങ്ങേയറ്റം നിന്ദ്യമാണെന്നും കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ പാർലമെന്റിൽ വെക്കണമെന്നും CPM-PB ആവശ്യപ്പെട്ടു. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. നോബിൾ, ഉറച്ച ശബ്ദത്തിൽ വലിയ പ്രതിഷേധമുയർത്തുന്നു CPM ഈ ഇന്ത്യ US വ്യാപാര കരാർ. ആര്യ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-PB വലിയ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ വിമർശനം എന്ന് പറയുന്നത് പൂർണ്ണമായും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വലിയ ഇളവുകൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ഇളവുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിക്കും എന്ന് PB വ്യക്തമാക്കുന്നു. ഒപ്പം US ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങി, കേന്ദ്രം അങ്ങേയറ്റം വഴങ്ങിയത് അങ്ങേയറ്റം നിന്ദ്യമാണ് എന്നും കരാറിന്റെ പൂർണ്ണരൂപം പാർലമെന്റിൽ വെക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ എന്താണെങ്കിലും CPM-PB ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ വിഷയം സജീവമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ CPM ആകട്ടെ, CPI ആകട്ടെ, ഇടതു പാർട്ടികളൊക്കെ ആകട്ടെ, ഇതിനോടകം തന്നെ ഈ വ്യാപാര കരാർ പൂർണ്ണമായും അമേരിക്കൻ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ ആണെന്നും ഒപ്പം കർഷകർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പാർലമെന്റിൽ വെക്കണം എന്ന ആവശ്യം CPM-PB ആവശ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, നാളെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധാ അടിയന്തര പ്രമേയം. ഈ വിഷയം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയവും നാളെ ലോക്സഭയിലും രാജ്യസഭയിലും എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, ശരി, നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.